ഒരു കുഞ്ഞു കഥ കേൾക്കാം. ഉപ്പൂപ്പയുടെ സന്തോഷത്തിന്റെ കഥ. എനിക്കൊരു 3000 രൂപ അയച്ചു തരുമോ നീ? മൊബൈൽ എടുത്ത് IMO ഓൺ ചെയ്ത് വീട്ടിലേക്ക് വിളിക്കുവാനായി നോക്കുമ്പോഴായിരുന്നു ഞാൻ ആ മെസ്സേജ് കണ്ടത്. IMOയിൽ തന്നെ ആയിരുന്നു ആ മെസ്സേജ്. വല്ലപ്പോഴും എനിക്കോ അനിയനോ മാത്രം വിളിക്കാൻ വേണ്ടി എടുത്ത അക്കൗണ്ടിലെ പച്ച വെളിച്ചം ആ സമയത്തിനുള്ളിൽ തന്നെ മങ്ങിപ്പോയിരുന്നു. അങ്ങിങ്ങായി മുളച്ചു പൊന്തിയ താടിയും നേരച്ച മുടിയുമുള്ള അതിലെ പ്രൊഫൈൽ ഫോട്ടോയിലേക്ക് ഞാൻ കുറച്ചു സമയം നോക്കിയിരുന്നു. വീണ്ടും അതിലെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു. അബു, ഉപ്പച്ചിക്ക് ഒരു 3000 രൂപ അയച്ചു തരുമോ നീ? വീട്ടിലേക്ക് പൈസ അയക്കുന്ന കൂട്ടത്തിൽ അയച്ചാൽ മതി. എനിക്കെന്തോ എന്റെ കണ്ണുകൾ അറിയാതെ നിറയുന്നത് പോലെ. 10-30 കൊല്ലമായി എന്നെ വളർത്തിയ എന്റെ ഉപ്പ എന്നോട് പൈസ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. വീട്ടിലേക്ക് പൈസ അയക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു 10,000-2,000 അയക്കണമെന്ന് മെസ്സേജ് അയച്ചിരുന്നേൽ സത്യമായിട്ടും എനിക്കിത്ര സങ്കടം വരില്ലായിരുന്നു. മാത്രമല്ല, പൈസ ഉമ്മയുടെ പേരിൽ ബാങ്കിലേക്കാണ് അയക്കുന്നതെങ്കിലും അതിൽ നിന്ന് ഉപ്പാക്ക് വേണ്ടത് എടുത്ത് ഉമ്മാക്ക് കൊടുത്താൽ മതിയെന്ന് ഞാൻ എപ്പോഴും പറയാറുമുണ്ട്. പക്ഷേ ഇന്നെന്താ ഉപ്പാക്ക് അതിൽ കൂടുതൽ ആവശ്യമുള്ളതുപോലെ തോന്നുന്നു. ഉപ്പ, ഞാൻ അയക്കാം എന്നൊരു മെസ്സേജ് വിട്ട് വീട്ടിലേക്ക് വിളിച്ചു. ഹലോ ഉമ്മ. അബു, സുഖമല്ലേടാ നിനക്ക്? നീ പൈസ അയച്ചോ? ഇല്ലല്ലോ ഉമ്മ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിലെ പൈസ അക്കൗണ്ടിൽ കയറും. കയറിയ ഉടനെ ഞാൻ അയക്കാം. നിന്റെ പൈസ വന്നോ എന്ന് ചോദിച്ച് 1-2 വട്ടമായി ഹംസക്ക വീട്ടിലേക്ക് വരുന്നു. ഇന്നല്ലേ അയാളോട് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്. നിന്റെ കയ്യിൽ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവനുണ്ടോ? അനിയന്റെ വിസ ശരിയാക്കുവാനായിട്ട് ഹംസക്കയുടെ കയ്യിൽ നിന്നും 50,000 രൂപ വാങ്ങിയിട്ട് 3 മാസമായി. മൂപ്പരുടെ മകന്റെ വീടിന്റെ പണിക്കുള്ള പൈസ ആയിരുന്നു ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ തിരിക്കാനായി തന്നത്. കോൺട്രാക്ട് പണി ആയതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട തീയതി നാളെയോ മറ്റന്നാളോ ആയിരുന്നു. അനിയനാണേൽ ഒരു പണി ശരിയായി പണിക്ക് കയറിയിട്ട് ഇന്നേക്ക് 1 മാസമാവുന്നു. അവന്റെ ശമ്പളവും എന്റെ കയ്യിലെ പൈസയും കൂടെ ചേർത്തു വേണം ഈ മാസത്തെ പൈസ അയച്ച് മൂപ്പരുടെ കടം വീട്ടുവാനെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഉപ്പയുടെ മെസ്സേജ്. എല്ലാം കൂടെ എങ്ങനെ അയക്കുമെന്ന് മാത്രം എനിക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. 50,000-വും അതിന്റെ കൂടെ വീട്ടിലെ അല്ലറ ചില്ലറ അടവ് തന്നെ 10-10,000 ഉണ്ട്. അതിന്റെ കൂടെ ചിലവിലേക്കെന്ന് പറഞ്ഞ് ഒരു 10,000 രൂപയോളം വേറെ വേണം. ഇനി ഒരു 3,000 കൂടെ ഞാൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ തന്നെ പറ്റ ടൈറ്റായി കിടക്കുമ്പോഴാണ് ഓരോ വേണ്ടാത്ത ആവശ്യങ്ങൾ വന്ന് മനുഷ്യനെ ഇടങ്ങേറാക്കാറുള്ളത്. എന്താ ചെയ്യാ? ഉപ്പ ആദ്യമായി ചോദിച്ചത് കൊണ്ട് തന്നെ ഈ മാസമില്ല ഉപ്പ, അടുത്ത മാസം പോരെ എന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എന്റെ അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റായി. അനിയനും ഉച്ചയ്ക്ക് മുമ്പ് അവന് കിട്ടിയ ശമ്പളം മുഴുവൻ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അതിൽ നിന്നും ഒരു 500 റിയാൽ ഞാൻ അവന് തന്നെ തിരികെ ഏൽപ്പിച്ചു. അവനും ഈ മാസം എന്തെങ്കിലും ചിലവുണ്ടാവില്ലേ? പക്ഷേ അവനത് വീണ്ടും എന്റെ കയ്യിലേക്ക് തന്നെ തന്നു. ഇതും കൂടെ ഇക്ക അയച്ചോ, എനിക്ക് ഈ മാസം ചിലവൊന്നുമില്ല. ഇനി വേണേൽ ഷോപ്പിൽ നിന്നും അഡ്വാൻസ് കിട്ടും. എന്നിട്ടും നാട്ടിലേക്ക് അയക്കാനുള്ള പൈസ 70,000 രൂപയേ ആയിട്ടുള്ളൂ. ഇനി ഉപ്പാക്കുള്ള 3,000 രൂപ കൂടെ വേണം. ആ സമയത്താണ് എന്റെ കൂട്ടുകാരൻ തെണ്ടി വരുന്നത്. ഉടനെ അവനെ പിടിച്ച് അവന്റെ കയ്യിൽ നിന്നും 3,000 രൂപക്കുള്ള റിയാൽ കടമായി വാങ്ങി അക്കൗണ്ടിലേക്കിട്ട് നാട്ടിലെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. ഓരോ ആവശ്യങ്ങൾ നിവർത്തി കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സമാധാനമില്ലേ, അത് തന്നെ. കുറച്ചു കഴിഞ്ഞ് ജോലിക്കിടയിൽ നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ഉമ്മയുടെ ഫോണിൽ നിന്നും ഒരു വീഡിയോ കോൾ വന്നത്. ഞാൻ എടുത്തു നോക്കുമ്പോൾ എന്റെ പൊണ്ടാട്ടിയാണ്.
അവൾ ഞാൻ ഫോൺ എടുത്ത ഉടനെ മിണ്ടരുതെന്ന് ചുണ്ടിൽ വിരൽ ചേർത്ത് കാണിച്ചു. എന്താണെന്നറിയാതെ ഞാൻ മൊബൈലിലേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ സമയം ഉപ്പ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. അവരുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. അവർ വന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ 2 പെൺമക്കൾ ഓടിപ്പോയി സിറ്റൗട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുവാനുള്ള ഗേറ്റിനരികെ തന്നെ നിന്നു. ഉപ്പപ്പ എന്ന് വിളിച്ചുകൊണ്ട്. ആ, ഉപ്പപ്പന്റെ മക്കൾ സ്കൂൾ വിട്ട് വന്നോ? ഉപ്പ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒരാൾ LKGയിലും ഒരാൾ അംഗൻവാടിയിലുമാണ് പോകുന്നത്. ആ, വന്നപ്പോൾ ഉപ്പാപ്പാനെ ഇവിടെ കണ്ടില്ലേനേ? ചെറിയവൾ ഒരു പരാതി പോലെ പറഞ്ഞപ്പോൾ ഉപ്പ അവളെ മടിയിലേക്ക് വച്ച് എന്നിട്ട് പറഞ്ഞു, ഉപ്പാപ്പാന്റെ കുട്ടികൾക്ക് ഒരു സമ്മാനം വാങ്ങിക്കാൻ പോയതല്ലായിരുന്നു? അതും പറഞ്ഞ് ഉപ്പ കയ്യിലെ കവർ തുറന്ന് അതിൽ നിന്നും 2 കുഞ്ഞു പെട്ടികൾ പുറത്തേക്കെടുത്തു. മോളെ, ഇതൊന്ന് തുറന്നേ. ഫോൺ കയ്യിലിരിക്കുന്ന പൊണ്ടാട്ടിയോട് പറഞ്ഞപ്പോൾ ഉമ്മ പെട്ടെന്ന് അത് വാങ്ങി. അവൾ ഫോൺ ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആ പെട്ടി തുറന്നു. അതിൽ നിന്നും വെള്ളിയുടെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ ഉണ്ടായിരുന്ന 2 ജോഡി പാദസരം പുറത്തേക്കെടുത്തു. ഹേയ്! അത് കണ്ടപ്പോൾ തന്നെ മക്കളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവരുടെ സന്തോഷം കണ്ട് എൻ്റെ ഉപ്പയുടെയും. ഉപ്പ തന്നെ അത് എൻ്റെ മക്കളുടെ കാലിലിട്ടു കൊടുത്തു. അവർ ആഗ്രഹിച്ചത് കിട്ടിയ സന്തോഷത്തിൽ 2 പേരും ഉപ്പയുടെ കവിളിൽ മാറി മാറി ഉമ്മ വയ്ക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ എൻ്റെ 2 കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. ഉപ്പ പൈസ ചോദിച്ചത് എൻ്റെ മക്കളുടെ ആവശ്യത്തിനായിരുന്നു. അവർ കുറച്ചു ദിവസമായി അവരുടെ കൂട്ടുകാരികളുടെ കാലിലുള്ളതുപോലെയുള്ള കൊലുസ് വേണമെന്നും പറഞ്ഞ് ഉപ്പയെ ഇടങ്ങേറാക്കുന്നു. അതായിരുന്നു ഉപ്പ ഇന്ന് രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചത്. അബോ, എനിക്കൊരു 3000 രൂപ നീ അയക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്.